ഓഫ് സോയിൽ, വെതറിങ് ഓഫ് റോക്സ്, ടൈപ്സ് ഓഫ് വെതറിങ്, ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോയിലിന് നമുക്ക് ഡിഫറെൻറ്റ് മീനിങ്സ് പറയാം. അതായത് നമ്മുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഏതാണെന്ന് അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മീനിങ്സ് സോയിലിന് പറയാൻ സാധിക്കും. ഇനി ഒരു ജിയോളജിസ്റ്റിൻ്റെ സോയിലിനുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് it is the material in the relative thin zone of the earth's surface within which roots occur and which are formed as the product of past surface processes. The rest of the crust is grouped under the term rock. അപ്പം ഒരു ജിയോളജിസ്റ്റിൻ്റെ ഐഡിയയിൽ റോക്ക് ബിനീത്ത് കിടക്കും, അതിൽ മേളിൽ റൂട്ട്സ് ഉള്ളൊരു സോണിനാണ് സോയിൽ എന്ന് പറയുന്നത്. അത് പാസ്റ്റ് സർഫസ് പ്രോസസ്സ് കാരണം ഉണ്ടായ ഒരു മെറ്റീരിയലാണ്, അതാണ് സോയിൽ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു എൻജിനീയറിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് നമുക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഇറ്റ് ഈസ് ദ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ബിൽറ്റ് ഓൺ. നമുക്ക് എന്തൊക്കെയോ ആ ഒരു മെറ്റീരിയലിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും? ഫൗണ്ടേഷൻസ് ഓഫ് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, ബേസ്മെൻറ്റ്, കൾവേർട്ട്, ടണല്, എംബാക്ക്മെൻറ്റ്, റോഡ്, ഡാം, റിട്ടൈനിങ് വോള്, ഇങ്ങനെ ഒരു എൻജിനീയറിന് കൺസ്ട്രക്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ബിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്? സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഫീൽഡ് ഓഫ് സ്റ്റഡി അനുസരിച്ചിട്ട് സോയിലിൻ്റെ ഡെഫിനേഷൻ മാറി മാറി വരും. ഓക്കെ, ഇനി നമ്മൾ സോയിൽ മെക്കാനിക്സ്, നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോയിൽ മെക്കാനിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ് സോയിൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇതിൽ നമ്മൾ സ്റ്റഡി ഓഫ് സോയിലാണ് നടത്തുക. ഇതിനകത്ത് ബിഹേവിയർ, ആപ്ലിക്കേഷൻ ആസ് ആൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ, അതായത് സോയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് സോയിൽ മെക്കാനിക്സിൽ പറയാം. അപ്പോൾ ഈ സോയിൽ മെക്കാനിക്സിൽ നമ്മൾ ലോസ് ഓഫ് മെക്കാനിക്സ് അല്ലെങ്കിൽ ഹൈഡ്രോളിക്സ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ഈ സോയിൽ മെക്കാനിക്സിൻ്റെ ലോസ് ഒക്കെ സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ അൺകൺസോളിഡേറ്റഡ് ആയിട്ടുള്ള അക്യുമുലേഷൻസ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസിലൊക്കെ നമ്മൾ ഈ സോയിൽ മെക്കാനിക്സിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോസ് ഓഫ് മെക്കാനിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഈ സോയിൽ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും ഉണ്ടാകുക? മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. നമ്മുടെ ഒരു സ്ഥലത്തുണ്ടാകുന്ന റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സോയിലായിട്ട് മാറുക. ഇനി ആ റോക്കിൽ അല്ലെങ്കിൽ ആ സോയിലിൽ അഡ്മിക്സ്ചർ ഉണ്ടോ അല്ലെങ്കിൽ ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ടോ, അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ സ്റ്റഡീനെ ബാധിക്കുന്ന കാര്യമില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സോയിൽ മെക്കാനിക്സിൻ്റെ ലോസ് ഓഫ് മെക്കാനിക്സ് പ്രിൻസിപ്പിൾസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സോയിൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ശരിക്കും ഉള്ളത്? സോളിഡ് പാർട്ടിക്കിൾസ് കാണും അല്ലേ? സോളിഡ് പാർട്ടിക്കിൾസ് കാണും, കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ കാണും, പിന്നെ സോയിലിൻ്റെ പാർട്ടിക്കിൾസിനിടയിൽ എയർ കാണും. ഓക്കെ, ഇനി ഇതിൻ്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മറ്റ് മെറ്റീരിയൽ പോലുള്ള യുണീക്ക് പ്രോപ്പർട്ടീസ് ആണ് ഇവന് ഉള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് മെക്കാനിക്കൽ ബിഹേവിയറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? സം ഓഫ് ദ മോസ്റ്റ് ക്ലാസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അതായത് നമ്മൾ ക്ലാസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവൻ്റെ ബിഹേവിയർ, ഈ സോയിലിൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി എഞ്ചിനീയേഴ്സ് കൺസേൺ ചെയ്യുന്നത് സോയിലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസുമായിട്ടാണ്. അതായത് സോയിൽ എത്ര പെർമിയബിൾ ആണ്, വാട്ടറിനെ എത്ര കടത്തിവിടും, പിന്നെന്താ അതിൻ്റെ സ്റ്റിഫ്നെസ്, അതിൻ്റെ സ്ട്രെങ്ത്, ഇതൊക്കെയാണ് എഞ്ചിനീയേഴ്സ് കൺസേൺ ആവുന്ന സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ദീസ് ഡിപ്പെൻഡഡ് പ്രൈമർലി ഓൺ ദ നേച്ചർ ഓഫ് സോയിൽ ഗ്രെയിൻ. അപ്പോൾ ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ സോയിൽ ഗ്രെയിൻസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ കറണ്ട് അതിരിക്കുന്ന ആ ഒരു ഏത് സ്ട്രെസ്സിലാണ്, എത്ര സ്ട്രെസ്സിലാണ് അതിരിക്കുന്നത്, അതിനകത്ത് എത്ര വാട്ടർ കണ്ടന്റ് ഉണ്ട്, അവൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? നമ്മുടെ ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നോക്കാം. സോയിൽ എർത്തിൻ്റെ സർഫസിൽ നമുക്ക് റോക്ക് ഏകദേശം എത്ര ദൂരം വരെ കാണാം? റോക്സ് എക്സ്റ്റെൻഡ് അപ് ടു ആസ് മച്ച് ആസ് 20 കിലോമീറ്റർ ഡെപ്ത്. അപ്പം നമുക്ക് സർഫസിൽ നിന്ന് അറൗണ്ട് ഒരു 20 കിലോമീറ്റർ ഡെപ്ത് വരെ നമുക്ക് റോക്സ് കാണാം. ഇനി ആ റോക്സിനെ നമ്മൾ ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ് എന്ന് ക്ലാസിഫൈ ചെയ്യും. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇഗ്നിയസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റമോർഫിക്. അപ്പോൾ ഇഗ്നിയസ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, അത് ക്രിസ്റ്റലൈൻ ബോഡീസ് ആണ്. അത് കൂൾഡ് മാഗ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്യുന്ന ക്രിസ്റ്റലൈൻ റോക്സിനാണ് നമ്മൾ എന്ത് പറയാം? ഇഗ്നിയസ് റോക്സ് എന്ന് പറയാം.
ഇനി അടുത്ത എന്താ സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ലെയേഴ്സ് ഓഫ് സിമെന്റഡ് സെഡിമെന്റ്സ്, അതായത് കുറേ സെഡിമെന്റ്സ് ഒത്തിരി നാൾ ഇങ്ങനെ അടിഞ്ഞുകൂടി അതിൻ്റെ മേളിൽ ലെയേഴ്സ് വന്ന് അങ്ങനെ ഉണ്ടാകുന്നതാണ് സെഡിമെന്ററി റോക്സ്. അടുത്താണ് മെറ്റമോർഫിക് റോക്സ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ മെറ്റമോർഫിസം പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് റോക്സ് ഓൾട്ടർ ചെയ്യുക. മെറ്റമോർഫിസം പഠിച്ച പോലെ തന്നെ എന്താ, എക്സിസ്റ്റിംഗ് റോക്കിന് ഓൾട്ടറേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്ത് കാരണമൊക്കെ ഓൾട്ടറേഷൻ സംഭവിക്കുക? ഹീറ്റ് കാരണം, അല്ലെങ്കിൽ എന്താ വേറെ ഇഗ്നിയസ് ഇൻട്രൂഷൻസ് കാരണം, അല്ലെങ്കിൽ നല്ല പ്രഷർ കാരണമൊക്കെ എന്താ നമുക്ക് ഈ മെറ്റമോർഫിക് റോക്സ്, എക്സിസ്റ്റിംഗ് റോക്സ് ഒരു മെറ്റമോർഫിക് റോക്കായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇനി സോയിൽസ് എങ്ങനെയൊക്കെയാണ്? സോയിൽസ് ആർ ഫോംഡ് ഫ്രം മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് റിസൾട്ടഡ് ഫ്രം ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ് ബൈ വേരിയസ് പ്രോസസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ വെതറിങ്. അപ്പം നമുക്ക് ഈ സോയിൽസ് ഉണ്ടാകുന്നത് വെതറിങ് കാരണം അല്ലേ? വെതറിങ് എന്ന് പറയുന്നത് ഏത് ടൈപ്പൊക്കെ ആകാം? ഫിസിക്കൽ വെതറിങ് ആവാം, കെമിക്കൽ വെതറിങ് ആവാം. ഓക്കെ, അതായത് ഇനി നമുക്ക് ഈ ഫിസിക്കൽ വെതറിങ് അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ് കഴിഞ്ഞുണ്ടാവുന്ന ആ സോയിലിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനൊക്കെ പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഏത് പ്രോസസ്സാണ് നടന്നത്? ഫിസിക്കൽ വെതറിങ് ആണോ നടന്നത്, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ വെതറിങ് ആണോ നടന്നത്? അതിൻ്റെ കണ്ടീഷൻസ്, ആ സോയിലിരിക്കുന്ന കണ്ടീഷൻസ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു പേരന്റ് റോക്കിന് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുക. പേരന്റ് റോക്കിന് ബ്രേക്ക് ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്ത് പറയാം? വെതറിങ് ആണ് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ആണ്, അല്ലെങ്കിൽ ആ സോയിൽ ഇറോഷൻ നടന്ന് വേറൊരു സ്ഥലത്ത് ഇട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ടു സൈറ്റ് ഓഫ് ഫൈനൽ ഡിസ്പോസൽ. അതായത് നമുക്ക് സോയിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു സ്ഥലത്ത് ഒരു ഫൈനൽ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. അതെങ്ങനെയൊക്കെ വരാം? ഒന്നുകിൽ ഗ്രാവിറ്റി കാരണം മേളിൽ നിന്ന് താഴോട്ട് വരാം, അല്ലെങ്കിൽ ഫ്ലോയിങ് വാട്ടർ അവനെ കൊണ്ട് അവിടെ എത്തിക്കാം, അല്ലെങ്കിൽ ഐസ് ഗ്ലേഷ്യർ മൂവ്മെന്റ് കാരണം വരാം, അല്ലെങ്കിൽ വിൻഡ് കാരണം വരാം. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ പല റീസൺസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇനി എൻവയോൺമെന്റ് ഓഫ് ഫൈനൽ ഡെപ്പോസിഷൻ. നമ്മൾ ഈ ഫൈനൽ ഡെപ്പോസിഷൻ നടക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് എത്രയായിരിക്കും? ചിലപ്പോൾ അതൊരു ഫ്ലഡ് പ്ലെയിൻ ആകാം, ഫ്ലഡ് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വന്ന് വെള്ളമെല്ലാം കെട്ടിക്കിടന്നുണ്ടാവുന്നതാകാം, അല്ലെങ്കിൽ ഒരു റിവർ ടെറസ് ആകാം, റിവറിന്റെ സൈഡിലൊക്കെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗ്ലേഷ്യർ മൊറൈന, ഗ്ലേഷ്യർ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാവാം, അല്ലെങ്കിൽ ലാക്കസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ലേക്കിന്റെ സൈഡിലാണ്. പിന്നെ മറൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബീച്ചൊക്കെ ഇല്ലേ, അതുപോലൊക്കെ വരാം. ഇനി അടുത്തെന്താ? സബ്സീക്വന്റ് കണ്ടീഷൻ ഓഫ് ലോഡിങ് ആൻഡ് ഡ്രെയിനേജ്. അതായത് നമുക്ക് സർചാർജ് ഒന്നും ഇല്ല. സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? മേളിൽ വലിയ വെയിറ്റ് ഒന്നും ഇല്ല, ചെറിയ സർചാർജ് ഒക്കെ ഉള്ളൂ, ലിറ്റിൽ അല്ലെങ്കിൽ നോ സർചാർജ് ആണ്. അല്ലെങ്കിൽ ഹെവി സർചാർജ് ഉണ്ടോ? അതായത് നമ്മുടെ സോയിലിൻ്റെ മേളിൽ ഒത്തിരി വെയിറ്റ് വരുന്നുണ്ടോ? ഐസിൻ്റെ പ്രസൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ആ സോയിലിൻ്റെ മേളിൽ വേറെ എന്തെങ്കിലും ഡെപ്പോസിറ്റ്സ് ഉണ്ടോ? അതുപോലെ തന്നെ ചേഞ്ചസ്, അതായത് സലൈൻ ടു ഫ്രഷ് വാട്ടർ ചേഞ്ചസ് ഉണ്ടാകാം. ഈ സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ എന്നൊക്കെ പറയും. നമ്മുടെ സീ സൈഡിലൊക്കെ സോൾട്ട് വാട്ടർ എന്ത് ചെയ്യും? ഇൻട്രൂഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ ഈ കടലിൻ്റെ സൈഡിലൊക്കെയുള്ള വാട്ടർ ബോഡീസിൽ അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടർ ടേബിളിലൊക്കെ ഈ സലൈൻ വാട്ടർ എന്ത് ചെയ്യും? കയറി വരും. അങ്ങനെ കയറി വരുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വാട്ടർ സലൈൻ ടു ഫ്രഷ് വാട്ടർ ആവുക. ലീച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുമ്പോഴത്തേനും ആ സോയിലിലെ ഈ പാർട്ടിക്കിൾസിനെ, മിനറൽസിനെയൊക്കെ എന്ത് ചെയ്തും അത് അതിനകത്ത് ലയിച്ച് കഴിഞ്ഞിട്ട് അത് ഒഴുകിപ്പോവും. അങ്ങനെ ലീച്ചിങ് ഉണ്ടാകാം. പിന്നെ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ഏജൻസീസ് കാരണം കണ്ടാമിനേഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് കാരണം നമുക്ക് ലോഡിങ്ങിൻ്റെയും ഡ്രെയിനേജിൻ്റെയും കാര്യം കാരണമൊക്കെ നമ്മുടെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി ഓൾ സോയിൽസ് ഒറിജിനേറ്റ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഫ്രം ഡിഫറെൻറ്റ് റോക്ക് ടൈപ്സ്. ശരിക്കും ഈ സോയിലിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും? റോക്കിൽ നിന്നായിരിക്കും. ഏതൊക്കെ റോക്കാവാം? നമ്മൾ പഠിച്ച ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, ഓക്കെ, അല്ലെങ്കിൽ സെഡിമെന്ററി റോക്ക്, ഇതിൽ നിന്നൊക്കെയായിരിക്കും ഇവൻ ഫോം ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ സോയിൽ ടൈപ്സ് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് സോയിൽസ് നമ്മുടെ ഡിഫറെൻറ്റ് റീജിയൻസിൽ കാണാം അല്ലേ? അതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് റെസിഡ്യുവൽ സോയിലും അടുത്തൊന്ന് ട്രാൻസ്പോർട്ടഡ് സോയിലും. അപ്പോൾ റെസിഡ്യുവൽ സോയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടാണോ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ എവിടാണോ വെതറിങ് സംഭവിക്കുന്നത് അവിടെ തന്നെ എന്ത് ചെയ്യുക? കാണപ്പെടുക. ഓക്കെ, അത് ട്രാൻസ്പോർട്ട് ചെയ്തൊന്നുമില്ല. റെസിഡ്യുവൽ സോയിൽസ് അല്ലെങ്കിൽ റെസിഡ്യുവൽ സോയിൽസ് ആർ ഫൗണ്ട് അറ്റ് ദ സെയിം ലൊക്കേഷൻ വെയർ ദേ ഹാവ് ബീൻ ഫോംഡ്. ഫോം ചെയ്യുന്ന അതേ ലൊക്കേഷനിലാണ് റെസിഡ്യുവൽ സോയിൽസിനെ കാണപ്പെടുക. ഓക്കെ, ഇനി ഈ റെസിഡ്യുവൽ സോയിൽസ് അതേ ലൊക്കേഷനിൽ കാണപ്പെടുന്ന കാരണം അവരുടെ ഡെപ്ത് എന്ന് പറയുന്നത് അറൌണ്ട് 5 to 20 മീറ്റർ വരെ വേരി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വാം ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ കെമിക്കൽ വെതറിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി നമ്മുടെ കേരളത്തിലെ പോലുള്ള ഹ്യൂമിഡ് റീജിയൻസ് അല്ലെങ്കിൽ
കോൾഡ് റീജിയൻസിലൊക്കെ എന്തായിരിക്കും ആ വെതറിങ്ങിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ഡ്രൈ റീജിയൻസിൽ നമുക്ക് റോക്കൊക്കെ ഫാസ്റ്ററായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലൈമറ്റ് അനുസരിച്ചിട്ടും നമ്മുടെ സോയിലിൻ്റെ ഡിസിൻറ്റഗ്രേഷന് എന്താണ് അല്ലെ റോക്കിൻ്റെ ഡിസിൻറ്റഗ്രേഷന് വെതറിങ്ങിന് ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ അക്യുമുലേഷൻ ഉണ്ടാവും അല്ലേ. ഇങ്ങനെ വെതറിങ് നടന്ന സോയിൽ കുറച്ച് നാൾ റെസിഡ്യൂവൽ സോയിലായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി റേറ്റ് ഓഫ് റോക്ക് ഡീകമ്പോസിഷൻ എക്സീഡ്സ് ദ റേറ്റ് ഓഫ് ഇറോഷൻ. അതായത് റോക്ക് നല്ല ഡീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ഇറോഷൻ ചെയ്യുന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്താ ഈ റെസിഡ്യൂവൽ സോയിൽ അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യും. ഇറോഷൻ ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, അപ്പം തന്നെ എന്ത് ചെയ്യും, അവൻ ആ പേരന്റ് റോക്കിൻ്റെ അടുത്ത് തന്നെ കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഹ്യൂമിഡ് റീജിയൻസിലൊക്കെ ആണെങ്കിൽ എന്താ ഹ്യൂമിഡിറ്റി കൂടുതൽ അല്ലേ, ഇപ്പോൾ സർഫസ് വെജിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ സർഫസ് വെജിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ആ സോയിൽ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകത്തില്ല, അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ കിടക്കും. ഇനി നമുക്ക് റെസിഡ്യൂവൽ സോയിലിൽ നമുക്ക് പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അവൻ്റെ ഷേപ്പും അവൻ്റെ കമ്പോസിഷനും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോയിലിൻ്റെ ആ റോക്കിൻ്റെ കമ്പോസിഷൻ അനുസരിച്ചിട്ട് മാറിയിട്ടൊക്കെ ഇരിക്കും. ഇനി അടുത്തതാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുമ്പോൾ എന്താ, അതും വെതറിങ് കൊണ്ട് ഉണ്ടാകുന്നത്. പക്ഷെ എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യും. എവിടെ, അതിൻ്റെ ഒറിജിനൽ പ്ലേസിൽ നിന്ന് ഒരു ന്യൂ ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യും. അതിനെ സഹായിക്കുന്ന ആയിരിക്കും നാച്ചുറൽ ഏജൻസ്, വാട്ടർ, എയർ, വിൻഡ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ട്രാൻസ്പോർട്ടഡ് സോയിൽ ഈസ് ക്യാരിഡ് അവേ ബൈ വേരിയസ് മീൻസ് ആൻഡ് ഡെപ്പോസിറ്റ് എൽസ്വെയർ. നമ്മൾ ഓരോരോ കാര്യങ്ങൾ കാരണം ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വേറെയും പോയി ലൊക്കേറ്റ് ചെയ്യുക. ഒന്നിലൊന്നാണ് അലൂവിയൽ സോയിൽ. അലൂവിയൽ എന്ന് ഓർത്തോണം എന്താ, റിവറുകൾ, സ്ട്രീമുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലിനാണ് അലൂവിയൽ സോയിൽസ് എന്ന് പറയാം. അതിന് എവിടെ കാണപ്പെടുക, റിവർ വാലീസിൽ നമുക്ക് കാണപ്പെടാം, ഫ്ലഡ് പ്ലെയിൻസിൽ കാണപ്പെടാം. ഓക്കെ, ഇനി അതെന്താ അത്യാവശ്യം ഫെർട്ടൈൽ ആയിരിക്കും, നമുക്ക് അഗ്രികൾച്ചറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോയിലാണ് എന്ത്, അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അടുത്താണ് എയോലിയൻ. എയോലിയൻ എന്ന് ഓർത്തോണം എന്താ, എയർ ട്രാൻസ്പോർട്ടഡ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡിനാണ് എയോലിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് കോമൺ ഇൻ ഡെസേർട്ട് റീജിയൻസ്. ഡെസേർട്ടിൽ വെള്ളമൊന്നും ഇല്ലാത്തടത്തൊക്കെയാണ് നമുക്ക് എയോലിയൻ സോയിൽ കാണപ്പെടുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം കോസ്റ്റൽ ഏരിയാസിലും കാണാം. ഓക്കെ, ഇത് എന്താ ഡ്യൂൺസ് ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ലോയസ്റ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിട്ടും എന്ത് കാണപ്പെടാം, നമുക്ക് ഈ റിവറിൻ്റെ പ്ലെയിൻസിൽ അല്ലെങ്കിൽ എന്താ ഡെസേർട്ട് റീജിയൻസിൽ അങ്ങനെയൊക്കെ നമുക്ക് ഈ എയോലിയൻ സോയിലിനെ കാണാൻ സാധിക്കും. ഇനി അടുത്താണ് ഗ്ലേഷ്യൽ സോയിൽ. ഗ്ലേഷ്യർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലാണ് ഗ്ലേഷ്യർ സോയിൽ എന്ന് പറയാം. ഓക്കെ, അത് എവിടെ കാണപ്പെടുക, പണ്ട് ഗ്ലേഷ്യർ കവർ ചെയ്തിരുന്നു, പിന്നെ അത് മെൽറ്റായിപ്പോയി, അങ്ങനെയുള്ള സ്ഥലത്താണ് ഗ്ലേഷ്യർ സോയിൽ കാണപ്പെടുക. അതിനകത്ത് എന്തൊക്കെ കാണാം, ക്ലേയുടെയും സാൻഡിൻ്റെയും ഗ്രാവലിൻ്റെയും പൗഡറിൻ്റെ ഒക്കെ മിക്സ്ചർ ആയിട്ടായിരിക്കും അത് കാണാം. അടുത്തത് മറൈൻ സോയിൽ. മറൈൻ സോയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സീ വേവ്സ് ആണ്. അത് എവിടെ കാണപ്പെടുത്തുള്ളൂ, കോസ്റ്റൽ റീജിയനിലേ കാണപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സോയിൽ എന്ന് പറയുന്നത് സാൻഡി ആവാം, ക്ലേ ആവാം. ഓക്കെ, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ ദ എനർജി ഓഫ് വേവ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഷോർ. അതായത് വേവ് എത്രയാണ്, അത് ഷോറിന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്നുള്ള അനുസരിച്ചിട്ട് സാൻഡി ആണോ ക്ലേ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. ഇനി അടുത്താണ് കൊളോവിയൽ സോയിൽ. കൊളോവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റിയാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ സ്ലോപ്പിൻ്റെ ഒക്കെ ബേസിൽ, മേളിൽ വലിയൊരു സ്ലോപ്പ് ഉണ്ട്, അപ്പോൾ മലയുടെ ഒക്കെ താഴെ സ്ലോപ്പിൻ്റെ അവിടെ ബേസിലായിരിക്കും ഇതിനെ കാണപ്പെടുക. ഇതിനകത്ത് റോക്ക് ഫ്രാഗ്മെന്റ്സ് കാണാം, അല്ലെങ്കിൽ ഫൈനർ മെറ്റീരിയൽസ് കാണാം. അതെങ്ങനെ വരിക, ലാൻഡ് സ്ലൈഡ് കാരണമോ അല്ലെങ്കിൽ സോയിൽ ക്രീപ്പ് ചെയ്ത് നമ്മൾ സസ്റ്റൈൻഡ് ലോഡിങ് വരുമ്പം അവൻ പതുക്കെ മൂവ് ചെയ്ത് താഴോട്ട് വരുന്നതും ഒക്കെ ആയിരിക്കും കൊളോവിയൽ സോയിൽ എന്ന് പറയാം. ഓക്കെ അല്ലേ. ഇനി അടുത്താണ് നമ്മൾ വെതറിങ്. വെതറിങ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സ് അല്ലേ. വെതറിങ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലെന്താ സംഭവിക്കുക, റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യും, അത് സ്മോളർ പീസസ് ആയിട്ട് മാറും. എന്തുകൊണ്ടൊക്കെയാണ് വെതറിങ് ഉണ്ടാവുക, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണമാണ് മെയിൻലി വെതറിങ് ഉണ്ടാവുക. ഈ വെതറിങ് എന്ന് പറയുന്നത് നമ്മുടെ ജിയോളജിക്കൽ സൈക്കിൾ, നമ്മൾ വാട്ടർ സൈക്കിൾ പോലെ തന്നെയാണ് ജിയോളജിക്കൽ സൈക്കിളും. റോക്ക് സോയിലാവുക, ആ ഒരു പിന്നെ തിരിച്ച് ആ സോയിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സെഡിമെൻ്റൽ റോക്ക് ആവുക, അങ്ങനെ ഒരു ജിയോളജിക്കൽ സൈക്കിളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ജിയോളജിക്കൽ സൈക്കിളിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഈ വെതറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സോയിൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും, ലാൻഡ്സ്കേപ്പ് ഷേപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മെയിൻലി 3 ടൈപ്സ് ഓഫ് വെതറിങ് ആണുള്ളത്. ഒന്നാമത്തത് ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിലെന്താ സംഭവിക്കുക, ഫിസിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് റോക്സ് ആണ് ഉണ്ടാവുക. അത് സ്മോളർ ഫ്രാഗ്മെന്റ്സ് ആകും, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഒന്നും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഫിസിക്കൽ വെതറിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അത് എങ്ങനെയൊക്കെ ഉണ്ടാകാം, ഫ്രോസ്റ്റ് വെഡ്ജിങ് കാരണം ഉണ്ടാകും. അതായത് നമുക്ക് വാട്ടർ എന്ത് ചെയ്യും, ചെറിയ റോക്കിൻ്റെ ഒക്കെ ക്രാക്കിനകത്ത് കയറിയിരിക്കും. കയറി ഇരുന്നിട്ട് അവൻ എന്ത് ചെയ്യും, ഫ്രീസ്
ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യും. വോളിയം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സർഫസിലോട്ടൊക്കെ ചെറിയൊരു പ്രഷറൊക്കെ വന്നു കഴിഞ്ഞിട്ട് റോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യും. അടുത്താണ് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം റോക്ക് എക്സ്പാൻഡ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ക്രാക്കിംഗ് ഉണ്ടാകുന്നതിനാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അടുത്താണ് അബ്രാഷൻ. അബ്രാഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് റോക്ക് സർഫസ് ഒക്കെ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റോക്ക് പാർട്ടിക്കിളിൻ്റെ ഇമ്പാക്റ്റ് കാരണം അല്ലെങ്കിൽ വിൻഡ്, വാട്ടർ, ഐസിൻ്റെ ഒക്കെ എഫക്റ്റ് കാരണമൊക്കെ നമുക്ക് എന്തുണ്ടാകാം? അബ്രാഷൻ ഉണ്ടാകാം. അബ്രാഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, റബ്ബിങ് ആക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മെറ്റീരിയൽ തമ്മിൽ റബ്ബിങ് ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അബ്രാഷൻ ഉണ്ടാകുന്നത്. അബ്രാഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്താ? ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ കിട്ടും. ഇനി അടുത്തെന്താ? ബയോളജിക്കൽ ആക്ടിവിറ്റി. അതായത് റൂട്ട്സ്, പ്ലാന്റിൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ ചെറിയ ഫേൺ, അതിൻ്റെയൊക്കെ റൂട്ടില്ലേ, അതൊക്കെ ഈ പാറയുടെ ഒക്കെ മേളിൽ വളരും. റോക്കിൻ്റെ മേളിൽ വളർന്നു കഴിഞ്ഞിട്ട് പിന്നെന്താ? ബറോയിങ് ആനിമൽസ്, ഇതിനെ ബറോ ചെയ്തു പോകുന്ന ആനിമൽസിനെയൊക്കെ നമുക്ക് റോക്കിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഫിസിക്കൽ വെതറിങ്ങിൽ വരിക. ഇനി അടുത്ത കെമിക്കൽ വെതറിങ്. കെമിക്കൽ വെതറിങ്ങിൽ എന്താ വരിക? കെമിക്കൽ ഓൾട്രേഷൻ സംഭവിക്കും. റോക്ക് മിനറൽ എന്ത് ചെയ്യും? കെമിക്കലി ഓൾട്ടർ ചെയ്യും. ഓക്കെ, അത് ഒരു ന്യൂ മിനറലായിട്ട് അല്ലെങ്കിൽ സോലുബിൾ സോൾട്ട് ആയിട്ടൊക്കെയാണ് മാറുക. ഓക്കെ, അതിൽ വരുന്നതാണ് ഒന്നാണ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ എന്താ? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. ഓക്കെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ക്ലേ ഉണ്ടാവുക, സോലുബിൾ സോൾട്ട് ഉണ്ടാവുക, അതിനാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അടുത്താണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് ഓക്സിജൻ. മിനറൽസ്, അതായത് അയൺ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് അയണിൻ്റെ ഓക്സൈഡ്സ് അല്ലെങ്കിൽ റസ്റ്റ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്താണ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേഷൻ. കാർബണേഷൻ എന്ന് പറയുമ്പോൾ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാകും. അപ്പോൾ അത് എന്ത് ചെയ്യും? റോക്കിനെ, അതായത് ലൈംസ്റ്റോൺ പോലുള്ള റോക്കിനെ ഡിസോൾവ് ചെയ്ത് കളയും. ഇനി അടുത്ത് എന്താ? ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്ത് കാരണം ഉണ്ടാകുന്നത്? സൾഫറിൻ്റെ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ കാരണം എന്താ? ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കാരണമാണ് ശരിക്കും SO2, NO2 ഒക്കെ അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. എന്നിട്ട് ഈ അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് അത് വാട്ടർ വേപ്പറുമായിട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുണ്ടാകും? റെയിനിൻ്റെ കൂടെ തിരിച്ചു വരും. എന്നിട്ട് ഈ ആസിഡ് അല്ലെങ്കിൽ ഒരു സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡിൻ്റെ ഒക്കെ എന്തായിരിക്കും? പ്രസൻസ് കാണും നമ്മുടെ റെയിനിലെ വാട്ടറിൽ. അപ്പോൾ ആ ഒരു റെയിൻ വാട്ടറിനെ നമ്മൾ റോക്കിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ റോക്ക് മിനറൽസിനൊക്കെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവന് ഉണ്ട്. ഓക്കെ, ഇനി അടുത്താണ് നമ്മൾ ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. അതായത് ബയോളജിക്കൽ വെതറിങ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ആക്ഷൻ കാരണം ഉണ്ടാകുന്നത്. ഒന്നാമത്തത് പ്ലാന്റിൻ്റെ റൂട്ട്. അതായത് റൂട്ട് ക്രാക്കിലൊക്കെ ഗ്രോ ചെയ്ത് ഗ്രാജുവലി അവനെ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യും? പ്ലാന്റ് റൂട്ട്സ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. അടുത്തത് ലിച്ചൻസ് ആൻഡ് മോസസ്. അതായത് എന്താ? ചെറിയ നമ്മുടെ പായലൊക്കെ പോലുള്ള സാധനങ്ങൾ, മോസസ്, ലിച്ചൻസ് ഒക്കെ എന്ത് ചെയ്യും? ആ ഓർഗാനിസം ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവൻ കെമിക്കലി നമ്മുടെ റോക്ക് സർഫസിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. അടുത്തത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ കാരണം ഉണ്ടാകുന്ന മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിനും അതിൻ്റെ മെറ്റബോളിക് ബൈ പ്രൊഡക്ട്സ് ആയിട്ടൊക്കെ ആസിഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും റോക്ക് ഡികമ്പോസിഷനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ വെതറിങ് കണ്ടപ്പോൾ നമുക്ക് കണ്ടു അല്ലേ? നമ്മൾ ഫിസിക്കലിൽ വരുന്നത്, ബയോളജിക്കലിലും വരുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ? ഈ വെതറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഫിസിക്കൽ വെതറിങ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സർഫസ് ഏരിയ എക്സ്പോസ്ഡ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഫിസിക്കൽ വെതറിങ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എന്താ? കെമിക്കൽ വെതറിങ്ങും ബയോളജിക്കൽ വെതറിങ്ങും ആ ഏരിയ ഓഫ് എക്സ്പോഷർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കാം, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.